ഈ വാരം ഔഷധിയിൽ ചെറുനാരകത്തിനെ കുറിച്ചാണ് പറയുന്നത്. റുട്ടേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ചെറുനാരങ്ങ. ഏകദേശം 2.5 മീറ്റർ ഉയരത്തിൽ വളരുന്ന സശാഖിയായ ഈ കുറിയ ചെടിയുടെ ഫലമായ ചെറുനാരങ്ങ വളരെയധികം ഔഷധമൂല്യവും പോഷകമൂല്യവുമുള്ള വൻതോതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. ചെറുനാരങ്ങ നീരിൽ ജീവകം സി സമൃദ്ധമായുണ്ട്. ജീവകം എ, ജീവകം ബി, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം, ചെമ്പ്, സിലിക്ക, പൊട്ടാസ്യം എന്നിവയും വിവിധ തോതുകളിൽ ഇതിലുണ്ട്. ഇതിൽ സമൃദ്ധമായുള്ള ജീവകങ്ങൾ രോഗപ്രതിരോധത്തിനും ആരോഗ്യപ്രാപ്തിക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. ചെറുനാരങ്ങയുടെ നീര് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഇന്ന് വളരെ വ്യാപകമായി കാണുന്നുണ്ട്. എന്നാൽ ഈ നാരങ്ങാ വെള്ളത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര നീരോ തേനോ ചേർത്ത് കഴിക്കുന്നതാണ് ഉത്തമവും ആരോഗ്യകരവും. നാരങ്ങാ നീര് മോരിലും കഞ്ഞിവെള്ളത്തിലും ചേർത്ത് കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ചെറുനാരങ്ങാ നീരിലുള്ള സിട്രിക് അമ്ലം ശരീരത്തിന് പോഷകകരവും ആരോഗ്യകരവുമാണ്. അത് രക്തത്തിൽ ക്ഷാര സ്വഭാവിയായി പ്രവർത്തിക്കുന്നു. എന്നാൽ കൃത്രിമമായി നിർമ്മിക്കുന്ന സിട്രിക് അമ്ലം ആരോഗ്യകരമല്ലെന്ന് മാത്രമല്ല രോഗകരം കൂടിയാണ്. അമ്ലഗുരു സ്നിഗ്ധ ഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ അമ്ലവുമാണ് ചെറുനാരങ്ങ. ദുർമേധസ്സെ കുറയ്ക്കുവാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് 5 ഔൺസ് വെള്ളത്തിൽ 10 മില്ലി തേനും ചേർത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഭക്ഷണത്തിന് മുമ്പ് ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും അല്പം ഉപ്പും ചേർത്ത് കഴിച്ചാൽ ഗ്യാസ് ട്രബിളിന് ആശ്വാസമാണ്. വിശപ്പില്ലായ്മയ്ക്കും പുളിച്ചു തികട്ടലിനും നാരങ്ങ നീര് തേൻ ചേർത്ത് ആഹാരത്തിന് മുമ്പ് കഴിക്കുക. ജലദോഷം ശമിക്കുവാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് വെള്ളം, തേന് എന്നിവ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നത് നല്ലതാണ്. തുമ്മൽ, ഇസ്നോഫീലിയ എന്നിവ മാറാൻ ചെറുനാരങ്ങയും രക്തചന്ദനവും ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി ദിവസവും തേച്ചാൽ മതിയാകും. അതിസാരത്തിനും അത്യുത്തമമായ മരുന്നാണ് ചെറുനാരങ്ങ. അതിസാരത്തിന് ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീരും തേനും അല്പം ഉപ്പും ചേർത്ത് ഇടയ്ക്കിടെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കടും ചായയിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കഴിക്കുന്നതും ദ്രുതഫലം ചെയ്യും. തേനും ചെറുനാരങ്ങ നീരും ചേർത്ത് മുഖചർമ്മത്തിൽ 10 മിനിറ്റ് നേരം തിരുമ്മി പിടിക്കുന്നത് മുഖസൗന്ദര്യം ഉണ്ടാക്കുവാൻ നല്ലതാണ്. ഈ പദാർത്ഥം മുഖത്ത് തേച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയണം. ഇത് ത്വക്കിന്റെ പ്രകാശത്തിനും ചർമ്മ മാർദ്ദവത്തിനും വളരെയധികം ഫലപ്രദമാണ്. ശരീരത്തിന് ഉന്മേഷവും തേജസ്സും പ്രദാനം ചെയ്യുന്ന സുവർണ വസന്തമാലതി എന്ന ആയുർവേദ മരുന്നിൽ ചെറുനാരങ്ങ ഒരു പ്രധാന ഘടകമാണ്. പ്രകൃതിയുടെ സർവ്വരോഗ സംഹാരിയായ ചെറുനാരങ്ങയെ ജംബീര കുലത്തിലാണ് ആയുർവേദം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറുനാരങ്ങ നീർ ചെറു ചൂടോടുകൂടി തേൻ ചേർത്ത് പല പ്രാവശ്യം കഴിച്ചാൽ തൊണ്ടവേദന ശമിക്കുന്നതാണ്. ഒരു ചെറുനാരങ്ങയിൽ ഒരു സുഷിരമുണ്ടാക്കി അതിൽ 2 ഗ്രാം തുരിശുപൊടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ ശേഷം അത് പിഴിഞ്ഞെടുത്ത നീര് 7 ദിവസം പുരട്ടിയാൽ തലമുടി വട്ടത്തിൽ കൊഴിയുന്നത് മാറിക്കിട്ടുമെന്ന് ആയുർവേദം അനുശാസിക്കുന്നു. സഹസ്രം